60% മുതൽ 65% മോദിയുടെയും BJPയുടെയും ട്വിറ്റർ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഫേക്കാണ്. ഇതൊക്കെ ഓരോന്നായിട്ട് പുറത്തു വരുവാണ്. നേരത്തെ പറഞ്ഞു, ഇപ്പം ട്വിറ്റർ തന്നെ പറയുന്നത് അത് ഫേക്കാണ്. കാരണം ഫേക്കായിട്ട് അക്കൗണ്ടിൽ കൂടെ ഇതേപോലുള്ള കള്ളത്തരങ്ങളും കാര്യങ്ങളും മാത്രം കാണിച്ചു. അതിനെ വിശ്വസിച്ച് വലിയൊരു കൂട്ടമുണ്ട്. അവർക്ക് തന്നെ മനസ്സിലായി ഇത് മുഴുവനും കള്ളത്തരമാണ്. അതായത് IT സെല്ലെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരെ വെക്കുന്നു, അവർ വേറെ കുറച്ച് ആൾക്കാരെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ആൾക്കാരെ വെച്ച് ഫേക്ക് കഥകൾ അങ്ങ് ഉണ്ടാക്കി വിടുന്നു. അതായത് ശരിക്കുമുള്ള റിയൽ ഇന്ത്യയോട് ഫേക്ക് ഇന്ത്യ കളിക്കുന്നു. ആ കളിയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പുറത്തായത്. അതിനുശേഷം ഇതേപോലെ പൊളിറ്റിക്കൽ റാലി. ഇനി ഞാൻ ബീഹാറിൻ്റെ രാഷ്ട്രീയം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ത്യൻ രാഷ്ട്രീയം മാറ്റിയവരാണ് ബീഹാറിൻ്റെ പൊളിറ്റീഷ്യൻസ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മാറ്റം അതിൻ്റെ തുടക്കം സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ബീഹാറിൽ നിന്നാണ്. സാക്ഷാൽ ഇന്ദിരാഗാന്ധിക്കെതിരെ രാജ്നാരായണൻ വരുന്നു, സോഷ്യലിസ്റ്റ് നേതാവ്. അതും ബീഹാറിൽ നിന്നാണ് തുടങ്ങുന്നത്. അതാണ് ജൈത്രയാത്ര തുടർന്ന് ഇന്ദിരാഗാന്ധിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൂജ്യമാക്കി മാറ്റി. അത് ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുകളും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളും ഹിന്ദി സംസാരിക്കുന്ന സ്റ്റേറ്റുകളും അതേപോലെ വെസ്റ്റേൺ ഇന്ത്യയും പൂർണ്ണമായിട്ടും കയ്യിലെടുത്തു. പക്ഷെ കേരളം വന്നു ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്നു. അതാണ് ബീഹാർ രാഷ്ട്രത്തിലെ ആദ്യത്തെ കോൺഗ്രസിന് കിട്ടിയ സെറ്റ് ബാക്ക്. രണ്ടാമത്തെ സെറ്റ് ബാക്ക്, വീണ്ടും ഇന്ദിരാഗാന്ധി തിരിച്ചു വരുന്നു, കോൺഗ്രസ് തിരിച്ചു വരുന്നു, രാജീവ് ഗാന്ധി മുഖാന്തരം വീണ്ടും കോൺഗ്രസ് തിരിച്ചു വരുന്നു.